മഞ്ചേശ്വരത്ത് ഇത്തവണ വിജയം നേടുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. 3 തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട വിജയം ഇത്തവണ നേടുമെന്ന് കെ സുരേന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. രതീഷ് വാസ്തവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് തന്നെ ബി.ജെ.പി സംബന്ധിച്ച് വളരെ നിർണായകമാണ് മഞ്ചേശ്വരം മണ്ഡലം. മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ തന്നെ ഇത്തവണയും ഉണ്ട് എന്നതാണ് വളരെ പ്രസക്തം. ബി.ജെ.പി പ്രവർത്തകർ തന്നെ മണ്ഡലത്തിൽ വലിയ ആവേശത്തിലാണ്. നമ്മോടൊപ്പം ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ ചേരുന്നുണ്ട്. വളരെ നെക്കാനെക്കാണ് കഴിഞ്ഞ തവണയൊക്കെ ഒരു 3-4 വർഷമായിട്ട് 3 തവണയായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. ഇത്തവണ നേടും. ഇത്തവണ അതിന് വലിയ മാറ്റങ്ങൾ വരും. കാരണം ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ആളുകൾ പറയുന്നത് ഈ ബി.ജെ.പിയെ പരാജയപ്പെടുത്തുന്നത് കൊണ്ട്, തുടർച്ചയായി ബി.ജെ.പിയെ പരാജയപ്പെടുത്തുന്നത് കൊണ്ട് വലിയ അവസരമാണ് നഷ്ടമാവുന്നത്. കാരണം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാമായിരുന്നു. 10 വർഷം മുമ്പ് തന്നെ ഞങ്ങളെ ചതിയിലൂടെ പരാജയപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ ഇവിടെ നല്ല വികസനം വരുമായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടിയ ഉടനെ മോദിജി നേരെ തിരുവനന്തപുരത്ത് വന്നു. 51 കൗൺസിലർമാരെയും ദില്ലിയിലേക്ക് അദ്ദേഹം വിളിപ്പിച്ചു. അതിനുശേഷം അവിടെ ബജറ്റ് പ്രഖ്യാപിച്ചു. കേരളത്തിലെ സർക്കാർ അർബൻ PMAYയിൽ ഒപ്പുവെച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളെ ഭരണസമിതി വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതി സ്വമേധയാ തീരുമാനിച്ചു അർബൻ PMAY ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പാക്കും. സ്വന്തം ചെലവിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വിഹിതമില്ലെങ്കിലും പ്രധാനമന്ത്രിയുടെ അഭിമാന പദ്ധതിയായിട്ടുള്ള അർബൻ PMAY ഞങ്ങൾ സ്വന്തം കോർപ്പറേഷൻ നടപ്പാക്കും. മഞ്ചേശ്വരത്ത് ഏറ്റവും അവികസിതമായിട്ടുള്ള മഞ്ചേശ്വരത്ത് ഞങ്ങൾക്കൊരവസരം ലഭിച്ചാൽ കേരള സർക്കാർ സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളും ചെയ്യാൻ. വികസനം എത്തിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ നാട്ടിലെ വോട്ടർമാർക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഞങ്ങളെ മാറ്റി നിർത്തുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പകരം വലിയ നഷ്ടം മണ്ഡലങ്ങൾക്ക് ജനങ്ങൾക്കുണ്ടാവുന്നു. ആ ബോധ്യം വോട്ടർമാർക്കുണ്ട്. അതുകൊണ്ട് ഇത്തവണ വർഗീയ കാർഡ് ഇറക്കിയൊന്നും ജയിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലേക്ക് മുന്നണികൾ പോയിരിക്കാം. KR ജയാനന്ദയെ നിർത്തിക്കൊണ്ട് CPM വോട്ട് LDF വോട്ട് സ്വീകരിക്കും, അത് UDF പ്രതിരോധത്തിലാക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അല്ല, അതിപ്പോൾ അവർ പതിവ് കാഴ്ച തന്നെയാണല്ലോ. വലിയ പുതുമയില്ല, മഞ്ചേശ്വരംകാർക്ക് അതൊരു പുതുമയില്ല. പക്ഷെ അതിത്തവണ മാറും. അവർ തന്നെ അത് മാറ്റും. 2 മുന്നണികളിലെയും സാധാരണ വോട്ടർമാർ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അവിഹിതമായ കൂട്ടുകെട്ടിനെതിരെ അവർ തന്നെ മാറും. ഞങ്ങളതിപ്പോൾ അവരെ ഏത് സ്ഥാനാർത്ഥി എന്നുള്ളത് ഞങ്ങളെ വിഷയമല്ല. LDF UDF ആരെ സ്ഥാനാർത്ഥി നിർത്തിയാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. വോട്ടർമാർക്ക് പ്രശ്നമുണ്ട്. BJPയെ ജയിപ്പിക്കാത്തത് കൊണ്ട് വികസന പ്രതിസന്ധിക്ക് പരിഹാരമില്ല. അത് ഇത്തവണ വോട്ടർമാർ തിരിച്ചറിയും. തീർച്ചയായും ചിട്ടയായ പ്രവർത്തനത്തോടെ വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മഞ്ചേശ്വരത്ത് ഇപ്രാവശ്യം NDA മത്സരിക്കുന്നത്. കെ സുരേന്ദ്രൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം, കാസർഗോഡ്.